നരേന്ദ്രൻ തമ്പി തടവ് ചാടിയ ശേഷം നിങ്ങളുമായി ഫോണിൽ സംസാരിച്ചു എന്നാ എനിക്ക് കിട്ടിയ വിവരം. അത് തെറ്റായ വിവരമായിരിക്കും സർ. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം. അവിടെ തെറ്റുപറ്റാറില്ല. എന്നെ ആരും വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല സർ. നിങ്ങളെന്നാ ഒടുവിൽ നരേന്ദ്രൻ തമ്പിയെ കണ്ടത്? ആഴ്ചകൾക്ക് മുൻപാണ് സർ. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റി അയാൾ എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നു? ചിലപ്പോ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. വേറെ എന്തൊക്കെ പറഞ്ഞു? പറ. ജയിലിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞു. പോലീസും രാഷ്ട്രീയക്കാരും ചില ക്രിമിനൽസും കൂടി ചേർന്നാണ് ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ കൊലക്കേസുകളിൽ പ്രതിയാക്കിയത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ചാടിയ ആദ്യം എങ്ങോട്ട് പോകുന്നാ പറഞ്ഞിരുന്നത്? അതൊന്നും സംസാരിച്ചിട്ടേ ഇല്ല സർ. നിങ്ങൾ ചോദിച്ചുമില്ലേ? ഞാൻ അറിയേണ്ടാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയാറില്ല, ഞാൻ ചോദിക്കാറുമില്ല. എവിടെ നിങ്ങളുടെ ഫോൺ? അത് റൂമിലാണ്. അതൊന്ന് പരിശോധിക്കണം. സർ, ജയിൽ ചാടിയ ഉടനെ ഭാര്യയെ വിളിച്ച ആ വിവരം പറയാനും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയിക്കാനും മാത്രം മണ്ടനാണ് അദ്ദേഹമെന്ന് സർ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അതെന്തിനാ സർ? നരേന്ദ്രൻ തമ്പിയെ നിങ്ങളിവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. കണ്ണൂരിൽ നിന്നും വൈകുന്നേരം തടവ് ചാടിയ ഒരാൾക്ക് ഈ മാവേലിക്കരയിൽ എത്തിച്ചേരാൻ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വേണ്ടേ സർ? അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറി വരണം. ഇപ്പോ 5 മണിക്കൂർ പോലും ആയിട്ടില്ല അദ്ദേഹം തടവ് ചാടിയിട്ട്. ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഏത് പോലീസുകാരനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത്. നിങ്ങളെന്താ കളിയാക്കാണോ? സർ, ഇതൊരു പത്രപ്രവർത്തകന്റെ വീടാണ്. ഇവിടെ ഇപ്പൊ ആണുങ്ങൾ ആരുമില്ല. സമയം രാത്രിയും. പെണ്ണുങ്ങൾ മാത്രമുള്ളൊരു വീട്ടിൽ കയറി ചുമ്മാ തങ്ങ് സെർച്ച് ചെയ്യാൻ പറ്റുമോ സർ? ശരി, ഞങ്ങളിപ്പോ പോകുന്നു. നരേന്ദ്രനെ പറ്റി എന്ത് വിവരം കിട്ടിയാലും ഞങ്ങളെ അറിയിച്ചിരിക്കണം. അയാൾ ഫോണിൽ വിളിച്ചാലും ആ വിവരം ഞങ്ങളെ ഇൻഫോം ചെയ്യണം. കള്ളം പറഞ്ഞ പിന്നീട് സൈബർ സെൽ അത് കണ്ടുപിടിച്ച് നിങ്ങൾക്കെതിരെ നടപടിയെടുത്തു എന്നിരിക്കും. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട. കുറ്റവാളികളെ പറ്റിയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റമാണ്. അയാളെ സഹായിക്കുന്നത് കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുന്നതിന് തുല്യം. അത് ഓർമ്മ വേണം. അയാൾ എവിടെ ഒളിച്ചാലും കേരള പോലീസ് 24 മണിക്കൂറിനകം അയാളെ പൊക്കും. അത് മനസ്സിൽ വെച്ചോ. ഇപ്പൊ ഞങ്ങൾ പോകുന്നു. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. പോലീസുകാരെ പേടിച്ചിട്ട് വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയെങ്കിലും ഇവിടുന്ന് ഒന്ന് ഇറങ്ങി പൊയ്ക്കൂടെ? അദ്ദേഹം ഇപ്പോ ജയിലിന് പുറത്താ ചേച്ചി. സഹായത്തിന് വലിയ നന്ദി കൊടുക്കും അദ്ദേഹം. ദ്രോഹത്തിന് കടുത്ത ശിക്ഷ. ഒന്നും വേണ്ടായിരുന്നല്ലേ ചേട്ടാ? എന്ത് വേണ്ടായിരുന്നു? നമുക്കിവിടെ തമ്പിങ്ങള് പറയുന്ന കേട്ട് സുഖമായിട്ടങ്ങ് ജീവിച്ചു പോയാ മതിയായിരുന്നു. എല്ലാം കൂടി കൈവശപ്പെടുത്താൻ നോക്കിയതാ ഇപ്പൊ കുഴപ്പമായത്. നിനക്കല്ലായിരുന്നോ എല്ലാം കൂടെ ഒന്നോടെ വിഴുങ്ങാൻ ആഗ്രഹം? പിന്നെ കുറെ നിന്റെ വീട്ടിലോട്ട് കടത്തണമെന്നോ? എടി, അത്യാഗ്രഹത്തിന് പോയാലുള്ള കുഴപ്പങ്ങളൊക്കെ 1-ാം ക്ലാസ് മുതൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന. പ്രായമാകുമ്പോ നീയൊക്കെ എന്താ അത് മറന്നു പോകുന്നത്? ഓ, ഞാൻ മാത്രമല്ലല്ലോ കുറ്റക്കാരി. ജേട്ടന്റെ അമ്മയ്ക്കായിരുന്നു എല്ലാം കൂടെ അങ്ങ് വാരി കൂട്ടണമെന്ന്. മുരളിയേട്ടൻ കണ്ടില്ലേടാ? ഓ, കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു?
പുറമേ വലിയ വാചകമൊക്കെ പറയുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, മന്ത്രിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറിനകം തമ്പി ഞങ്ങളുടെ പോക്കും എന്നൊക്കെ. ശരിയായിരിക്കും. പക്ഷെ സംസാരം കേട്ടിട്ട് മുരളിയേട്ടന് അല്പം പേടി തട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ലേ? എന്തു പറഞ്ഞാ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നേ? തമ്പി അങ്കിള് നമ്മുടെ ബന്ധുവാ. നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഉപദ്രവിക്കുമെന്ന് അന്ത്യശാസ്ത്രം നൽകിയിട്ടില്ല. മാത്രമല്ല, തമ്പിയങ്ങളുടെ വീട്ടിലാ നമ്മളിപ്പോ താമസിക്കുന്നതും. പാലപ്പടിക്കലുണ്ട് പോലീസ് കാവല്. സുധർമ്മിക്കും അവളുടെ മോനും. അതൊന്നും നടപ്പുള്ള കാര്യമല്ലല്ലോ. നീ ഗേറ്റും വാതിലും ഒക്കെ പൂട്ടിയോ? ഇങ്ങോട്ട് എന്തായാലും തമ്പിയങ്ങൾ ഉടനെ ഒന്നും വരില്ല. അങ്ങനെ ഒരു പേടി വേണ്ട. എന്നാലും സന്തോഷവും സമാധാനവും പോയില്ലേ? തമ്പിയങ്ങളിനെ പറ്റി ഇതുവരെ പോലീസിന് യാതൊരു വിവരവും കിട്ടിയില്ലേ ചേട്ടാ? വല വീശിയിട്ടുണ്ട്, ഉടനെ പിടിക്കുമെന്നൊക്കെയാ ഇപ്പോഴും പറയുന്നത്. നമുക്ക് പഴയ വീട്ടിലേക്ക് പോകാൻ ചെയ്യാം. എവിടെ പോയാലും കണക്കാമേ. ഇവിടെയാണെങ്കിൽ വാതിലിനൊക്കെ ഒരു ഉറപ്പും ബലം ഉണ്ടല്ലോ. തമ്പി അങ്കിളിനെ ആക്രമിക്കാനാണെങ്കിൽ പഴയ വീടാ എളുപ്പം. ഓ, ഇതും കണക്കാ. മുംബൈയിൽ വിലസിരുന്ന കാലത്തെ വീരസാഹസങ്ങളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അവിടെ തേനീച്ചക്കൂട് തുറന്നുവിട്ട പോലെ പോലീസിനെ അയച്ചിട്ടും തമ്പിയെ പിടികിട്ടില്ല. പിന്നെയാ ഇവിടെ. ഡേ, നീ അടുക്കളയിൽ പോയി ഒരു ജഗ് വെള്ളം എടുത്തോണ്ട് വാ. രാത്രി ഉറക്കമുളച്ചിരിക്കേണ്ടതാ. ഞാൻ തനിയെ പോവാനോ? അതിനെന്താ, അവിടെ ആരെങ്കിലും ഇരിക്കുന്നു നിന്നെ പിടിച്ച് ജീവനോടെ വിഴുങ്ങാൻ? ആഹാ, ആർക്കറിയാം. അന്ന് ഇതുപോലെ ഓർക്കപ്പുറത്താ അടുക്കളയിൽ പ്രേതം നിൽക്കുന്ന മാതിരി കണ്ടത്. എന്നാ പിന്നെ അമ്മയും കൂടി ചെല്ല്. ഓ, നിങ്ങൾ ആണുങ്ങൾ പോയി എടുത്തോണ്ട് വാ. നിങ്ങൾക്ക് പിന്നെ ആരെയും പേടിയില്ലല്ലോ. എനിക്കിപ്പോ വെള്ളം കുടിക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ജയ, ഞാനും ഇന്ന് നിന്റെ മുറിയില്ല. വാ മോനെ, നമുക്ക് വല്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കാം നേരം വെളുക്കുന്നവരെ. ശരിയാ, എല്ലാവരും കൂടി ഒരു മുറിയിൽ കിടക്കുന്നതാ ഇപ്പോ സുരക്ഷിതം. ആ, എന്നാ വാ വാ. ഉറങ്ങിയില്ലേ മോളെ ഇതുവരെ? എനിക്ക് ഉറക്കം വരുന്നില്ല. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം. ഇപ്പൊ എവിടെയായിരിക്കും? പോലീസിനെ പേടിച്ച് ഏതെങ്കിലും വനത്തിൽ, അല്ലെങ്കിൽ കുറ്റിക്കാട്ടിൽ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെയോ കലുങ്കിന്റെയോ കീഴിൽ. നമ്മളിവിടെ ഉണ്ടുറങ്ങിയും കളിച്ചും ചിരിച്ചും സുഖമായിട്ടിരിക്കുമ്പോ ഒരാള് പ്രാണനും കൈ പിടിച്ച് ഇരുട്ടിന്റെ മറപറ്റി ഓടുക. ദാഹിക്കുമ്പോ കുടിക്കാൻ കുടിവെള്ളം ഉണ്ടോ കയ്യില്? ഇല്ല. കഴിക്കാൻ ആഹാരമുണ്ടോ? അതുമില്ല. വിശക്കുമ്പോ എവിടെന്നെങ്കിലും എന്തേലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റോ? എല്ലായിടത്തും ടിവിയിലും പത്രങ്ങളിലും വാർത്തയും പടവുമൊക്കെ വന്നതല്ലേ. ആര് കണ്ടാലും പെട്ടെന്ന് തിരിച്ചറിയും. ഉടനെ പോലീസിൽ അറിയിക്കും. വിശക്കുമ്പോ എന്തേലും വാങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ തന്നെ കയ്യിൽ പൈസ ഉണ്ടോ? കഷ്ടം. ആഹാ, നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? നേരം പാതിരയായല്ലോ. ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ട്. അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ശീതള സംസാരിച്ചു എന്ന് പറഞ്ഞ ഇവള് സംസാരിക്കും കിഷോറേട്ടാ. അക്ഷരങ്ങളും ഉച്ചാരണങ്ങളും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെക്കാൾ വേഗത്തിൽ സംസാരിക്കും. എന്ത് കാര്യവും പറയും. നമുക്ക് മനസ്സിലാവണമെന്നേ ഉള്ളൂ. ശരിയായിരിക്കും. ഭാഷയിലായിരുന്ന കാലത്ത് മനുഷ്യന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തിയത് ആംഗ്യഭാഷയിലായിരുന്നല്ലോ. പിന്നെ അമ്മു, നരേന്ദ്രൻ തമ്പിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഒന്നുമില്ല കിഷോറേട്ടാ. ഞങ്ങളും അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്.
എവിടെ കിടന്നുറങ്ങും, ആര് ഭക്ഷണം കൊടുക്കും എന്നൊക്കെ. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇവിടെ എന്താ അർദ്ധരാത്രിക്ക് പത്രസമ്മേളനോ? ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ലേ? നീ എന്താ ഉറങ്ങാത്തെ? ഞാനെങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങും? ഇവിടെ ഇതല്ലേ കളി. എന്ത് കളി? എല്ലാ ദിവസവും പോലീസിന്റെ ശല്യം. അത് കാരണം ജീവിക്കാൻ വയ്യാതായല്ലോ. അതിനിടയ്ക്ക് ജയില് ചാടിയവൻ ഇവിടെ കയറി വരുമെന്നുള്ള പേടിയും. അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ജോലി കഴിഞ്ഞ് വന്നല്ലേ, ഇനി വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതോ ഇനി ഇവിടെ വല്ല ഹോംവർക്കും ചെയ്ത് തീർക്കാനുണ്ടോ? ഒന്നുമില്ല, വരുന്നു. ഗുഡ് നൈറ്റ് ശീതൽ. ഗുഡ് നൈറ്റ്. സംശയം ഞാനെങ്ങാനും അദ്ദേഹത്തെ അടിച്ചോണ്ട് പോയി കളയോന്ന്. ഞാനിങ്ങനെ ചിലന്തി ഇര പിടിക്കാനിരിക്കുന്നത് പോലെ വലയുണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. ആരാ വന്ന് വീഴുന്നെന്ന് നോക്കി. ബാക്കിയുള്ളവരുടെ നെഞ്ചിലെത്തി ആ സ്ത്രീ കാണുന്നുണ്ടോ? കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ. പോയി കിടക്കാം, വാ. ഉറക്കം വരുമെന്ന് ദൈവത്തിനറിയാം. അമ്മയായിരുന്നു. ഞാനോർത്തു. അല്ല, അമ്മ എന്താ ഇതുവരെ ഉറങ്ങാത്തെ? നീ എന്താ കൈ പുറകെ പിടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്തുവാടാ? ചുമ്മാ ഒരു മുൻകരുതലിന്. നരേന്ദ്രനാണെന്ന് നീ കരുതിയോ? അങ്ങനെ ആരും ഇവിടെ കയറി വരില്ല എന്ന് എനിക്കറിയാം. എടാ, നീ എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ? പാത്രം തട്ടിമറിയുന്നത് പോലെ. അമ്മയും കേട്ടു അല്ലേ? ആ, അതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. വല്ല പട്ടിയോ മറ്റോ ആയിരിക്കും. വെളിയിലിറങ്ങി നോക്കണോ? ഓ, എന്തിന്? അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീയും ഉറങ്ങാതെ കിടക്കായിരുന്നു അല്ലേ? ഒന്ന് മയങ്ങിയെന്ന് തോന്നുന്നു. എനിക്കിനി അവിടെ പോയി കിടന്ന് ഉറക്കം വരില്ല. പേടിയാണോ? ഏയ്, പേടിയൊന്നുമില്ല. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് കൂട്ടിരിക്കാടാ. അപ്പൊ ഉറങ്ങണ്ടേ? നീ കിടന്നുറങ്ങിക്കൂടാ. അതുവരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. ശരി.
അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്നോ, ഞാൻ കുറച്ചു നേരം നെറ്റിലിരിക്കാം. ഞാൻ ഇവിടെ ഇരുന്നോളടാ, നീ കിടന്നോ, ഉറക്കം വിളിക്കണ്ട നീ. ആ നരേന്ദ്രൻ തമ്പി ജയിലിലാടിയതോടെ ഉണ്ടായിരുന്ന മനസ്സമാധാനം മുഴുവൻ പോയി. അധികം വൈകാതെ പോലീസ് പിടിക്കും മാം. അതുവരെ ഉള്ളൂ ഈ സമാധാനക്കേട്. കോളിംഗ് ബെല്ലടിക്ക്. എന്താ സാർ? കാര്യം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? അറിയില്ലേ? എന്താ സാർ? അതൊക്കെ വിശദമായിട്ട് പറയാം. പിന്നെ ആ നരേന്ദ്രൻ തമ്പി ഇന്നലെ എപ്പോഴാണ് ഇവിടെ വന്നത്? നരേന്ദ്രൻ തമ്പിയോ? ഇവിടെയോ? ഒന്നും ഒളിക്കണ്ട, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? സാരമില്ല, അറിയാവുന്ന ചിലരിവിടെ ഉണ്ടല്ലോ, അവരോട് ചോദിക്കാം. തമ്പിയുടെ ഭാര്യ ഇവിടെയല്ലേ താമസം? അവരോടെ എനിക്ക് അവരെ ഒന്ന് കാണണം. ഒന്ന് മാറി തന്ന വലിയ ഉപകാരം. വടോ. എന്താ നിന്ന് കളഞ്ഞത്? ഇറങ്ങി വരണം മാഡം. നരേന്ദ്രൻ തമ്പി എവിടെ? എനിക്കറിയില്ല. ഇപ്പോ അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയേണ്ടത്. ഒന്നും എനിക്കറിയില്ല. കുറ്റവാളി ഒളിപ്പിക്കുന്നത് കടുത്ത കുറ്റമാണെന്ന് അറിയാലോ. സംശയത്തിന്റെ പേരിൽ നിങ്ങളെയും വേണമെങ്കിൽ എനിക്ക് കസ്റ്റഡിയിലെടുക്കാം. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ജയിലിൽ ചാടി അയാൾ നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? ഇവിടെ വന്നിട്ടില്ല സർ. ശരി, വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ ഫോണിൽ വിളിക്കാതിരിക്കില്ലല്ലോ. എപ്പോഴാ വിളിച്ചത്? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും ആഴ്ചകളായി. ആ ഫോണിങ് തരൂ. ആ ഫോണിങ് തരാനാ പറഞ്ഞത്. ചേട്ടാ, ചേട്ടാ, ആ
കിഷോറിന് കാര്യങ്ങളൊക്കെ അറിയാലോ, പത്രപ്രവർത്തകനല്ലേ. ഐ വാണ്ട് നോ വൈ യു ആർ ഹിയർ. വാട്ട്സ് ദ പ്രോബ്ലം? പ്രോബ്ലം നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാ. ആ കൊടും കുറ്റവാളി നരേന്ദ്രൻ തമ്പിയെ ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. അത് തന്നെ പ്രോബ്ലം. ഓക്കെ, അതിന് എൻ്റെ വീട്ടിൽ എന്താ കാര്യം? ആ കുറ്റവാളിയുടെ ഭാര്യയും മകളും താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? സത്യം പറ കിഷോറെ, അയാൾ എവിടെയുണ്ട്? അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുവരെ നോക്കണോ. കട്ടിലിനടിയിലോ കുളിമുറിയിലോ എവിടെയാ ഒളിപ്പിച്ചു വെച്ചാന്ന് അരിച്ചു പറക്ക്. മനോജ്, 1 മിനിറ്റ്. ഇതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? സെർച്ച് വാറന്റ്. അതൊക്കെ വേണമെന്ന് വെച്ചാ നിൽക്കുന്ന നിൽപ്പിലുണ്ടാവും. കിഷോറിന് അത് കാണണോ?